മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭുവനേശ്വറിൽ ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ലോകത്തെ ഞെട്ടിപ്പിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ പ്രസംഗത്തിന് ശേഷം ഗവർണർക്കൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ദിരാഗാന്ധിയോട് ഗവർണർ ചോദിച്ചു, മേഡം, നിങ്ങൾ എന്തുകൊണ്ടാണ് മരണത്തെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചത്? ആ മരണത്തെപ്പറ്റി ഇന്ദിരാഗാന്ധി തലേ ദിവസം സംസാരിക്കുന്നു. പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടാകുന്നത് മരണമാണ്. 1984 ഒക്ടോബർ മാസം 31 അന്നാണ് ഇന്ദിരയുടെ മരണം സംഭവിക്കുന്നത്. മരണമെന്ന് പറയാൻ പറ്റില്ല, കൊലപാതകം. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് സ്വന്തം അംഗരക്ഷകർ തന്നെയാണ്. അതായത് 30-ലധികം ബുള്ളറ്റുകളാണ് ഇന്ദിരയുടെ നേരെ ഈ അംഗരക്ഷകൾ വെടിയുയർത്തത്. അതിന് കാരണമെന്ന് ഇപ്പോഴും പറയപ്പെടുന്നത് ഹർമൻമന്ദർ സാഹിബ് അധിനിവേശം നടത്തിയിരുന്ന സിഖ് വിഘടനവാദികളെ ആക്രമിക്കാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയോട് വലിയ രീതിയിലുള്ള പ്രതികാരം തന്നെ ഉണ്ടായിരുന്നു ഈ ഹർമന്ദർ സിംഗ് സാഹിബിന്റെ ഈ സംഘത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇന്ദിരാഗാന്ധിയെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. സ്വന്തം അംഗരക്ഷകരുടെ കയ്യിൽ നിന്ന് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടുമ്പോൾ അതിനെ ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കണ്ടത്. അംഗരക്ഷകർ ഇന്ദിരയെ വെടിവെച്ച് ഉയർത്ത് 30 തവണ വെടിയുയർക്കുന്നു. ഈ സോണിയാഗാന്ധി, അന്ന് ഇന്ദിരയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സോണിയാഗാന്ധി വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ ഇന്ദിരാഗാന്ധി വെടിയുയർത്ത് കിടക്കുന്നത് കണ്ടത്. അവരെ കാറിലേക്ക്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോകുന്നു. അംബാസഡർ കാറാണ്. ആ കാറിൽ നിന്ന് സോണിയയുടെ മടിയിൽ കിടത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോകുന്നു. അന്ന് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ സംഭവിച്ചതും അത്യന്തം നാടകീയമായ രംഗങ്ങളായിരുന്നു. അതിനെപ്പറ്റിയും ചരിത്രം പറയുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ.